ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതിന് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് നമുക്കിതുപോലെ ഒരു സവാളയും കുറച്ച് മുളക് പൊടി, ചില്ലി ഫ്ലെക്സ്, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടി 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ 3 മുട്ട മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പാലും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഇതുപോലെ ഒരു 5-6 പീസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ പീസാക്കി വെക്കുക. പിന്നെ ഈ മുട്ട അടിച്ച മിക്സിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഈ മുട്ട മിക്സിലേക്ക് നമുക്ക് ഒന്ന് ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലെക്സും ഒരിഗാനൊക്കെ ചേർത്ത് കൊടുക്കുക. അതെനിക്ക് വിട്ടുപോയതാണ്. പിന്നെ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഒലിവ്സും സ്വീറ്റ് കോണും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ളൊരു പാന് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലാക്കിയെടുക്കുന്നത്. ഇതന്നെ വേണമെന്നില്ല. സാധാ പാനിലും നമുക്ക് പിസ്സ പോലെ ഒന്നിച്ച് വെച്ചിട്ടും ഇതാക്കിയെടുക്കാം. അതുപോലെ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്കിതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേണ്ട, അതിന് മുമ്പായിട്ട് തന്നെ അതാവും. അതൊന്നെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. അത് പിസ്സ സോസോ കെച്ചപ്പോ എന്താ ഉള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വെച്ച് കൊടുക്കുക. ഞാൻ ഇപ്പം ഇതുപോലെ ചിക്കനും ഒലിവ്സും സ്വീറ്റ് കോണെല്ലാം ആണ് ചേർത്ത് കൊടുത്തത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റ് വേണ്ട, ചെറിയ തീയിൽ വെച്ചാൽ മതി. പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പിസ്സ പോലെ വലിയ പാനിലും ഇത് ഒഴിച്ചിട്ട് ആക്കിയെടുക്കുക. ഇതുപോലെ പെട്ടെന്നാവും. നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരുമ്പോൾ സ്നാക്സായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. അതുപോലെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.